ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമൂഹം, കേരളം ഉൾപ്പെടെ രൂപപ്പെട്ടിട്ടുള്ളത് ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി, ഒരു ബഹു സാംസ്കാരിക സമൂഹം എന്ന നിലയ്ക്കാണ്. ചരിത്രപരമായി തന്നെ അതങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇത്രമാത്രം സാംസ്കാരിക വൈവിധ്യമുള്ള ഒരു സമൂഹം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഉണ്ടായിരിക്കാനിടയില്ല. മറ്റൊന്ന്, നാം നേരിട്ട കൊളോണിയൽ അനുഭവമാണ്. ഈ കൊളോണിയൽ അനുഭവം എന്നതും ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായ ഒന്നാണ്. ഈ സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യവും കൊളോണിയൽ അധിനിവേശത്തിൽ നിന്ന് പുറത്തു കടന്നൊരു സമൂഹം എന്ന നിലയ്ക്ക് രൂപപ്പെട്ടു വന്ന ദേശീയത, ഈ ദേശീയതയ്ക്കും സാംസ്കാരിക വൈവിധ്യത്തിനും അകത്തു നിന്നുകൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും CPIM-നെ പോലൊരു പാർട്ടി പ്രവർത്തിക്കുന്നത് ഈ ഒരു സവിശേഷമായ ചരിത്ര വ്യവഹാരങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ടാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാർക്സിസത്തിന്റെ അടിസ്ഥാന സങ്കല്പമായിട്ടുള്ള വർഗസമരം എന്ന സങ്കല്പത്തെ പ്രായോഗികവൽക്കരിക്കുന്നതിന് ഈ രണ്ട് അനുഭവങ്ങളുടെയും പശ്ചാത്തലം ലോകത്തുള്ള മറ്റ് സമൂഹങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് നിലനിൽക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ നവോത്ഥാനം പോലുള്ള ഒരു പ്രക്രിയയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ വർഗസമരം എന്ന് നാം വിശേഷിപ്പിക്കുന്ന അടിസ്ഥാനപരമായ സാമൂഹ്യ പരിണാമത്തിന്റെ ചാലക ശക്തിയെ സാക്ഷാത്കരിക്കുന്നതിന്റെ മുന്നിൽ നമുക്ക് ദേശീയതയുടെയും ഈ സാംസ്കാരികമായിട്ടുള്ള കോയ്മകളുടെയും തടസ്സങ്ങളുണ്ട് എന്നത് നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ സങ്കീർണവും സവിശേഷവുമാക്കി തീർക്കുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദേശീയ സമൂഹങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ച ഒരാൾ അന്തോണിയോ ഗ്രാംഷിയാണ്. ഗ്രാംഷിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത്, ഈ വർഗ സമൂഹത്തിനും ഭരണകൂടത്തിനും ഇടയിൽ, ക്ലാസ് സൊസൈറ്റിക്കും പൊളിറ്റിക്കൽ സൊസൈറ്റിക്കും ഇടയിൽ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഗ്രാംഷി അവതരിപ്പിക്കുന്നുണ്ട്. ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ അനുഭവ സമൂഹമാണ്. ക്ലാസ് സൊസൈറ്റി ഒരു കാറ്റഗറി എന്ന നിലയ്ക്ക്, അനലിറ്റിക്കൽ കാറ്റഗറി എന്ന നിലയ്ക്കാണ് പലപ്പോഴും അത് പ്രവർത്തിക്കുന്നത്. നേരത്തെ സഖാവ് ഐസക് സൂചിപ്പിച്ചതുപോലെ അത് നമ്മുടെ ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസിന്റെയും ബോധപൂർവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഫലമായി ഒരു സമൂഹത്തിലെ അതത് വർഗങ്ങളിൽപ്പെട്ട മനുഷ്യർ ക്ലാസ് ഇൻ ഇറ്റ് സെൽഫ് എന്ന അവസ്ഥയിൽ നിന്ന് മാറി ക്ലാസ് ഫോർ ഇറ്റ് സെൽഫ്, ഞങ്ങളുടെ വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് നമുക്കതിനൊരു ക്ലാസ് സൊസൈറ്റി എന്ന് പറയാൻ കഴിയുക. എന്നാൽ ക്ലാസ് സൊസൈറ്റിയിലേക്ക് കടന്നു വന്ന ആളുകൾ ഇന്ത്യ പോലുള്ള ഒരു സമൂഹത്തിൽ വളരെ വളരെ പരിമിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാംസ്കാരികമായിട്ടുള്ള അധിനിവേശ രൂപങ്ങൾ, പുരുഷാധിപത്യം, ബ്രാഹ്മണ്യം തുടങ്ങിയിട്ടുള്ള നിരവധി അധീശ രൂപങ്ങൾ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് വർഗ സമൂഹം എന്നുള്ള നിലയ്ക്ക് ഈ കോർപ്പറേറ്റുകളുടെ മൂലധന താല്പര്യങ്ങൾ ഒരു കാലത്ത്, അതിനു മുമ്പ് ജാതിജന്മി നാടുവാഴിത്വത്തിൻ്റെതായിട്ടുള്ള അധീശത്വ രൂപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ പറയാറുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അർദ്ധ ഫ്യൂഡൽ, അർദ്ധ ക്യാപിറ്റൽ സമൂഹമാണെന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിലുള്ള കോയ്മ രൂപങ്ങൾ സമ്പദ്ഘടനയിലും ഈ പറയുന്ന പ്രത്യയശാസ്ത്രപരമായ രൂപങ്ങൾ സാംസ്കാരിക മേഖലയിലും ഒക്കെ നിലനിൽക്കുന്നിടത്തുനിന്ന് ഈ വർഗബോധത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക എന്ന പ്രക്രിയ വളരെ ശ്രമകരമായ ഒരു പ്രക്രിയയാണ്. അവിടെയാണ് ഈ സിവിൽ സൊസൈറ്റി വളരെ പ്രധാനമാവുന്നത്. നേരത്തെ നാം ഇവിടെ ചർച്ച ചെയ്ത നവോത്ഥാനം, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, തുണിയുടുക്കാനുള്ള സ്വാതന്ത്ര്യം, ആഭരണം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം,
ഇങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കേരളീയ സമൂഹം കടന്നു വരുന്നത് ഈ നവോത്ഥാന പ്രക്രിയയുടെ ഫലമായിട്ടാണ്. ആ നിലയ്ക്ക് ഈ സ്വാതന്ത്ര്യ സങ്കല്പത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയും അങ്ങനെ സവിശേഷമായ ഒരു സിവിൽ സൊസൈറ്റി, ഒരു പ്രോഗ്രസീവ് സിവിൽ സൊസൈറ്റിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിൽ തീർച്ചയായും കേരളത്തിലെ നവോത്ഥാന പ്രക്രിയ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിവിൽ സൊസൈറ്റിയുടെ പിന്തുണ വളരെ പ്രധാനമാണ് എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സിവിൽ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം അതിന്റെ ലിബറൽ ആയിട്ടുള്ള, അതിന്റെ സ്വാതന്ത്ര്യബോധം തന്നെയാണ്. ആ ലിബറലിസം എന്ന് പറയുന്നത് നിലനിർത്തുന്ന സിവിൽ സൊസൈറ്റിയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച, പൗരസമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒന്നാണ് നവോത്ഥാനം. അതിന്റെ പ്രക്രിയകളെ കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല, നമ്മൾ എത്രയോ വേദികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ആ സിവിൽ സൊസൈറ്റിയെ പിൽക്കാലത്ത് നയിച്ചത് ആരാണ് എന്നതാണ് പ്രധാനം. നേരത്തെ സഖാവ് രാജീവ് പറഞ്ഞതുപോലെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി, ഈ സിവിൽ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായിട്ട് സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ രൂപപ്പെട്ടു വന്നതൊരു മധ്യവർഗമാണ്. നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെ, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളെ പോലെ, NGO യൂണിയൻ, അങ്ങനെ പലതരം അവരെല്ലാം വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടത് സാംസ്കാരിക മേഖലയിലാണ്. ആ സാംസ്കാരിക മേഖലയ്ക്ക് നേതൃത്വം നൽകിയ ഒരു മധ്യവർഗം കേരളത്തിൽ വളരെ പ്രബലമായിട്ടുണ്ടായിരുന്നു. അവരാണ് പൊയ്കയിലപ്പച്ചനും അയ്യങ്കാളിയും നാരായണഗുരുവും ഒക്കെ തുടങ്ങി വെച്ച ഒരു നവോത്ഥാന പാരമ്പര്യത്തെ ആധുനിക രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത്. സിവിൽ സൊസൈറ്റിയിൽ ഇഗാലിറ്റേറിയനിസം, തുല്യത, സമത്വം എന്നൊരു ആശയത്തെ, സ്വാതന്ത്ര്യം എന്ന ആശയത്തെ ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മധ്യവർഗം ഉണ്ടായി. ആ മധ്യവർഗത്തിന്റെ പ്രത്യേകത 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന നാം നേടിയെടുത്ത വളരെ പ്രധാനപ്പെട്ട ആ സ്വാതന്ത്ര്യത്തിന്റെ, അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു വർഗമായിരുന്നു ഈ മധ്യവർഗം. എന്നാൽ ഈ കോർപ്പറേറ്റ് മുതലാളിത്തം വന്നതോടുകൂടി ആ തരത്തിലുള്ള ഒരു മധ്യവർഗം നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും 8 മണിക്കൂർ വിനോദം എന്നത് ജീവിതത്തിൽ നിന്ന് പലതരത്തിൽ കവർന്നെടുക്കപ്പെട്ട ഒരു പുതിയ മധ്യവർഗം രൂപപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, പഴയ മധ്യവർഗത്തിന്റെ ബാക്കി വരുന്ന ആളുകളിൽ തന്നെ ഈ 8 മണിക്കൂർ പരിപൂർണമായും കൺസ്യൂമർ കൾച്ചർ എന്ന് പറയുന്ന ഉപഭോഗ സംസ്കാരത്തിന്റെ ലോകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിവിൽ സൊസൈറ്റിക്ക് നേതൃത്വം നൽകാൻ ശേഷിയുള്ള പ്രബുദ്ധരായ മധ്യവർഗത്തിന്റെ അപജയം ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ പ്രത്യയശാസ്ത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ കോർപ്പറേറ്റ് മൂലധനത്തിനും അതിന്റെ മാധ്യമ പരിസരങ്ങൾക്കുമുള്ള പങ്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ സഖാവ് രാജീവിടെ പറഞ്ഞു EMS ജീവിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പലരും പറയുന്നു. ഞാൻ കരുതുന്നത് സഖാവ് EMSO AKGO ഇക്കാലത്താണ് ജീവിക്കുന്നതെങ്കിൽ അവരായിരിക്കും ഒരുപക്ഷെ ഏറ്റവും അധികം പരിഹസിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെക്കുറിച്ചായിരിക്കും ഏറ്റവും അധികം ട്രോളുകളും പരിഹാസങ്ങളും അനുദിനം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിമർശനാത്മകമായി ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു മധ്യവർഗമോ ഒരു സിവിൽ സൊസൈറ്റിയോ ഇന്ന് കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത് ഈ കോർപ്പറേറ്റ് മൂലധന താല്പര്യമുള്ള മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ രൂപപ്പെടുത്തുന്ന ജനം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ ജനം. നമ്മളും പറയുന്നത് ഇപ്പൊ ജനത്തിൽ നിന്ന് പഠിക്കുന്ന, ഈ ജനത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പഠിക്കാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലും തിരുത്താൻ ശേഷിയുള്ള ഒരു ലിബറൽ സിവിൽ സൊസൈറ്റി ഇന്ന് കേരളത്തിൽ അനുദിനം ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരുത്താനുള്ള ശേഷിയുള്ള ഒരു ലിബറൽ സിവിൽ സൊസൈറ്റി ഇന്ന് കേരളത്തിലില്ല. അതിന് സംഭവിക്കുന്ന പരാജയം തീർച്ചയായും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും എല്ലാ പുരോഗമന ആശയങ്ങളെയും പിന്നോട്ടടിപ്പിക്കുന്ന ഞാൻ വിചാരിക്കും. ഇത് ഇടതുപക്ഷത്തിന്റെ മാത്രം പ്രശ്നമല്ല. ജനാധിപത്യം, മതനിരപേക്ഷ മൂല്യങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ, ഇതിനെല്ലാം യഥാർത്ഥത്തിൽ പരിരക്ഷിക്കേണ്ടത് ഈ ക്ലാസ് സൊസൈറ്റിക്കും പൊളിറ്റിക്കൽ സൊസൈറ്റിക്കും ഇടയിലുള്ള
ഈ പറയുന്ന സിവിൽ സൊസൈറ്റിയാണ്. ആ സിവിൽ സൊസൈറ്റിയെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് നവോത്ഥാനം. ആ നവോത്ഥാന പ്രക്രിയയുടെ തകർച്ച എന്നത് ഈ സിവിൽ സൊസൈറ്റിയുടെ തകർച്ചയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. 90കളോടുകൂടി സഖാവ് EMS, അന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനിമേലിൽ നാം ജീവൽ സാഹിത്യത്തെ സംബന്ധിച്ച്, പുരോഗമന സാഹിത്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ മൗലികമായ ഒരു വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന മുഴുവൻ എഴുത്തുകാരുടെയും ഒരു വിശാല സംഘടനയായി പുരോഗമന കലാസാഹിത്യ സംഘത്തെ മാറ്റണം എന്ന് ഈ ബാബറി പള്ളി പൊളിക്കുന്നതിനും ഇന്ത്യയിലെ ഗ്ലോബലൈസേഷൻ നടപ്പാക്കുന്നതിന് മുമ്പ് EMS വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ എങ്ങനെയാണ് ഈ കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക്, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഈ ലിബറൽ എന്ന് വിളിക്കാവുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സിവിൽ സൊസൈറ്റിയെ രൂപപ്പെടുത്താൻ കഴിയുക എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അതിന്റെ തകർച്ച വർഗീയതയുടെയും ഫാസിസത്തിന്റെയും ബ്രാഹ്മണ്യത്തിന്റെയും തിരിച്ചുവരവിന് കാരണമായി തീരും. ആ വാക്ക് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സിവിൽ സൊസൈറ്റിയുടെ ആദർശം, പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യമാണ്. ബ്രാഹ്മണ്യം എന്നതിന്റെ അർത്ഥം എന്താണെന്ന് EMS പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ഘട്ടത്തിൽ നമ്മുടെ കൈത്തൊഴിലാളികളുടെ നൈപുണ്യം, അവരുടെ അറിവ്, ആ മനുഷ്യരുടെ വിമോചന സങ്കല്പങ്ങൾ, ഇവയെല്ലാം അസാധ്യമാക്കി തീർത്ത പ്രത്യയശാസ്ത്രത്തെയാണ് അദ്ദേഹം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. ബ്രാഹ്മണ്യത്തിന്റെ കോയ്മ വന്നു കഴിഞ്ഞാൽ അവിടെ റേഷണാലിറ്റി ഉണ്ടാവില്ല, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവില്ല. ഈ തരത്തിൽ ശാസ്ത്രബോധമോ യുക്തിബോധമോ ഇല്ലാത്ത ഒരു സവിശേഷമായ ഇന്ത്യൻ പ്രത്യയശാസ്ത്ര രൂപത്തെയാണ് ബ്രാഹ്മണ്യം എന്ന് വിളിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ജാതിയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. ആ പ്രത്യയശാസ്ത്ര കോയ്മയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതാണ് നമ്മുടെ സിവിൽ സൊസൈറ്റിയെ ഭരിക്കുന്നത്. നമ്മളെല്ലാം അത് ഒരു ഭീകര രൂപമായി വന്ന് വിഴുങ്ങുന്നതിന് മുമ്പ് ഈ സിവിൽ സൊസൈറ്റിയെ തിരിച്ചു പിടിക്കുക എന്നത് ഗ്രാംഷി സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു.